ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് അടുക്കളയിൽ നിന്നിട്ടാണ് സുഹൃത്തുക്കളെ ഇൻട്രോ എടുക്കുന്നത്. വേറൊന്നുമല്ല, അച്ഛൻ മീൻ കണ്ടിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അച്ഛൻ്റെ സ്പെഷ്യൽ മീൻ കറി അങ്ങ് ബ്ലോഗ് ചെയ്യാണ്. വേണ്ടേ, അച്ഛൻ ഇവിടെ നിന്ന് മീൻ കണ്ടിക്കട്ടെ. ഇത് എന്തൊരു മീനാ? അയലക്കറി. പച്ച അയല കേട്ടോ. ഇത് എവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നതാണോ? മേടിച്ചതാ. നമ്മളെ കൊണ്ട് പിടിക്കാൻ സാധിക്കില്ല. നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ അച്ഛാ? എന്ത് പറയുന്നത്, കൊറേ നാളായി നമ്മള് ഫിഷ് ചെയ്തിട്ട്. മറ്റേ സാധനം ഇരിപ്പില് കൊളിഞ്ചാൽപ്പുണ്ട്. എന്റെ ഹാപ്പി വന്നിട്ടുണ്ട്. ഹാപ്പി ഹായ് പറ. എന്തിനാണ് സ്പെഷ്യൽ മീൻകറി? വെറൈറ്റിയാണ് മീൻകറി. എന്താണ് വെറൈറ്റി എന്നാണ് ചോദിച്ചത്. നമുക്ക് ചോറ് തിന്നാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഈ മീൻകറി മാത്രമായാലും മതി കഴിക്കാൻ. അത് ഞാൻ അല്ലെങ്കിലും കഴിക്കും. അമ്മയുടെ മീൻകറിയിൽ കഴിക്കുന്നത്. ഇന്ന് അച്ഛന്റെ മീൻകറി സ്പെഷ്യൽ. അപ്പൊ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. വെറൈറ്റി ടേസ്റ്റ് അതുമല്ല, അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് നമ്മള് ടേസ്റ്റ് ഇതായി പോകും. കൈപ്പുണ്യം പലർക്കുള്ള പല രീതിയാണ്. എന്റെ ടേസ്റ്റ് ആയിരിക്കൂല നിന്റെ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കുമ്പോ വേറെ ടേസ്റ്റ്. കൈപ്പാവും കൈപ്പുണ്യം. അമ്മയ്ക്ക് വേറെ ടേസ്റ്റ്. അത് ഒരു ഈ പൊടി ഇടുന്നതിന്റെ അമ്മ കയ്യിൽ കഴുകാതെ ഇടുമ്പോ ടേസ്റ്റില് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനല്ല പറഞ്ഞ ഇവരിവിടെ പോണ്ടായിരുന്നു, മറന്നുപോയി. ഇതെന്തോ പനിഞ്ഞില്ലോ? അത് പനിഞ്ഞിലൊന്നും അല്ല, കൊടല കണ്ട കുടലൊക്കെ മാറ്റിട്ടിട്. നിന്റെ അച്ഛന്റെ മീൻകറി നല്ലത്, നീ അത് തിന്നാ മതി. അച്ഛന്റെ പനഞ്ഞില ഏതാ? എനിക്ക് അമ്മയുടെ മീൻകറി മതി കേട്ടോ. പനിഞ്ഞിലും കുടലും ഏതാന്ന് അറിയത്തില്ല. ഇത് എന്തൊരു സ്പെഷ്യൽ മീൻകറിയാ? സ്പെഷ്യലാന്നല്ലേ പറഞ്ഞ? സ്പെഷ്യൽ. അത് അച്ഛൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണോ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്? ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് റെസിപ്പി സ്പെഷ്യൽ ആണോ? റെസിപ്പി സ്പെഷ്യലാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന. അത് എല്ലാത്തിലും ഇടൂലേ? ഇല്ല, നമ്മൾ തേങ്ങ അരച്ചല്ലേ ഇടുന്നേ. ഇത് തേങ്ങ പാലില്. ഓ തേങ്ങാ പാലില് മീൻകറി ഉണ്ടാക്കും. അത് വെറൈറ്റി ആട്ടോ. അതായത് കുറുവിയിരിക്കും. പറ്റി. നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മീൻകറി വെച്ചോളാം. എനിക്കിന്ന് കടയിൽ പോയപ്പോ ഈ പച്ച അയല കണ്ടപ്പോ മേടിക്കാൻ തോന്നി. എനിക്കത് മേടിക്കണോ തോന്നി. അപ്പൊ ഈ കറി ഒന്ന് വെച്ച് നോക്കാം. നമുക്കിത് ഉണക്കി ഉപ്പിലിട്ടാലോ? എനിക്ക് കടലിൽ പോയി മീൻ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. പോയാലോ? മറ്റേ അതിന്റെ കൊല്ലത്തല്ലേ? കൊല്ലത്ത് ഇപ്പൊ മീൻ കുറവാന്ന് പറയുന്നത് ആ ഭാഗത്ത്. ഇവിടെ നമ്മള് കടലിൽ ചൂണ്ടിടാൻ പോയാൽ കടലിനെ നടുക്ക് പോകണം. ഇനി അറ്റത്ത് നിന്ന് ചൂണ്ടിട്ട് യാതൊരു കാര്യമില്ല. കടലിന് നടുക്ക് എങ്ങനെ പോകും? നടന്നു പോകും. ഇതെന്തൊരു MC റോഡും ഇല്ല. നടന്നു പോയി മീൻ പിടിച്ചോണ്ട് വരാം. വെള്ളത്തിൽ പോകും. ഒരു ദിവസം ബോട്ടിൽ മീൻ പിടിക്കാൻ പോവാം. അതിന് വള്ളം വേണ്ടേ? ആരെങ്കിലും പോകുമ്പോ അവരുടെ കൂടെ കയറി പോയാൽ പോലെ. ഹാപ്പി ഗോ ഇൻസൈഡ്. വലിച്ച് ഓതാ. ആ കാക്കയെ നോക്കുക. കാക്ക പുള്ളിയുടെ ഫ്രണ്ടാ കേട്ടോ. അത് ദോണ്ട ഹാപ്പി. ദോണ്ടേ മ്യാവു മ്യാവു. ദോണ്ട ഹാപ്പി മ്യാവു. ഇതെങ്ങോട്ട് കയറി പോവാ? പിന്നെ പുള്ളിക്ക് എത്ര തന്നാലും വിശപ്പ് മാറത്തില്ല. അത് എന്തുകൊണ്ടാ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എല്ലാം കുറേശ്ശെ കൊടുക്കത്തുള്ളൂ. ജസ്റ്റ് ഇപ്പൊ നമ്മൾ പപ്പായൊക്കെ തിന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി എടുത്ത്. അപ്പൊ ഇതെന്റെ ഫിഷ്. അച്ഛൻ പോയി തേണ്ട മീനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. പരലുപ്പിട്ട് കഴിവാ. ഇല്ല, ഒരുപാട് അണുക്കളൊക്കെ കാണും. അമ്മ ഇതുപോലെ ഒന്നും ചെയ്തില്ല. അതാ പറഞ്ഞേ, നിന്റെ അച്ഛന്റെ മീൻകറി നീ കൂട്ടിയാ മതി. ഞാൻ ഇങ്ങനൊന്നും കഴിവത്തില്ലേ. ഓഹോ, കല്ലുപ്പിന്റെ കൊണ്ട ചെന്ന് കയറുന്ന. അച്ഛൻ ഉപ്പ് ഇട്ട് കഴിവാട്ടോ. കഴിവിട്ട് കൊണ്ടുപോവാ. ഞാൻ അകത്തേക്കാവേ, അടുപ്പത്തേക്കാം. എന്തരായി മീൻകറി? കറിയായോ? അച്ഛൻ സാധന സാമഗ്രികളൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെയാണുള്ളത്? കൊച്ചുള്ളി, സവാള, തക്കാളി, പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെന്തിനാ? തേങ്ങാപ്പാലോ? ഇത് മറ്റേ കൊടംപുളി. ഓക്കെ. കൊടംപുളി ഇട്ടാണ് കേട്ടോ വെക്കുന്നത്. തോട്ടുപുള്ളി, ആറ്റുപുളി, വാളംപുളി. കത്തിക്ക്. സമയം 1 മണിയായി. ഇതെന്താ ഇടിക്കുന്ന? കുരുമുളക്. ഇടിച്ചോ. കുരുമുളകൊക്കെ ഇട്ടാണ് കേട്ടോ വെക്കുന്നത്. സൂപ്പർ മീൻ കറി ആയിരിക്കും. മാസ്റ്റർ ഷെഫ് എന്തിനാ പുതിയ ഐഡിയ ഒക്കെ കൊണ്ടുവരുന്നത്. ഒരു കറി ഉണ്ടാക്കുമ്പോൾ അങ്ങ് ഷോയാ. അതിന്റെ കൂടെ ഇതിട്ടുകൂടാ, അത് മാറ്റിയിടണം. ഇഞ്ചി വെളുത്തുള്ളി പാത്രം അരച്ചാൽ മതി. ഇങ്ങനെ ഇതെല്ലാം ഒരു കറി തന്നെ പോകുന്നത്. 5 സ്റ്റാർ ഷെഫാ. അതെ, ഷെഫിന് ഷോ ഭയങ്കര ഷോ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയില്ല. പ്രവൃത്തിയൊക്കെ വരും. വെയിറ്റ് ചെയ്യും. യന്ത്രങ്ങളുടെ പ്രവർത്തനം പറ്റി അറിയാവോ? എല്ലാ പ്രവർത്തനവും അറിയാം. എന്തിനാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അടിക്കോട്ടാ. ഇച്ചിരി ഉപ്പൂടെ ഉണ്ട് അതിനകത്ത്. സാൾട്ട്. അയില് നടന്ന് തള്ളക്കി വിളിക്കുന്നു. കൊറേ നേരം അതിനെ ഉണക്കാൻ പറ്റും. അതിപ്പോ ഉണക്കമീനാകും. എന്തിനാ ഇടുന്നേന്ന് പറ. സവാള. വെളുത്തുള്ളിക്കകത്തിട്ടാ സവാള? ഇല്ല, അത് വേറെയാണ്. അത് വേറെ, അത് സെപ്പറേറ്റ്. ഓക്കെ. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അരച്ചു മാറ്റി. സവാള, കൊച്ചുള്ളി, പച്ചമുളക് അല്ലേ?
അതുകൂടി ഇട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. ഓക്കെ ഗായ്സ്, എല്ലാം അരച്ച് എടുത്തിട്ടുണ്ട്. എളുപ്പം മീനും കൂടെ വാരിയിട്ടങ്ങോട്ട് അടി. ലൈറ്ററാ എന്നാ ഷെഫ് കത്തിക്കാനായിട്ട് പോകും. ഞാൻ കത്തിക്കട്ടെ? ഓക്കെ. അല്ലെ ഷെഫ് കത്തിച്ചോ? ഇല്ല, കത്തിച്ചോ. വേണ്ട, കുഴപ്പമില്ല, കത്തിച്ചോ. ഗ്യാസ് പോകുന്നു. ആ കത്തിച്ചു. ആ ചട്ടി വെക്കോ. ചട്ടി പോയി നമ്മള് മൺചട്ടിയിലാട്ടോ വെക്കുന്നത്. നമ്മളെപ്പോഴെന്നും മൺചട്ടിയിലല്ലേ മീൻ കറി വെക്കുന്ന. വെളിച്ചെണ്ണ അറിയത്തില്ലേ ഷെഫിന്? ഓ ഇരിക്കുന്ന അതാ വെളിച്ചെണ്ണ. മണ്ണെണ്ണ വേണോ? വേണ്ട. ഷെഫിന് വെളിച്ചെണ്ണ ഏതാ വിളക്കെണ്ണ ഏതാന്ന് അറിയത്തില്ല. വെളിച്ചെണ്ണ കടയിൽ പോയി വേവിക്കാൻ കയറിയൊരു കുറ്റം ഞാൻ ചെയ്തോളൂ കേട്ടോ. ഭയങ്കര സ്ലോ അല്ലേ അച്ഛൻ? കുക്കിങ്ങിൽ ഭയങ്കര സ്ലോ ആയിട്ടോ. ഞങ്ങളൊക്കെ ഭയങ്കര സ്പീഡാണ്. അത് കാരണം പോയി വെക്കാറിയത്തില്ല. അപ്പൊ എന്തെങ്കിലും കിട്ടപ്പോരെ. ആദ്യം എന്തിനാണ് ഇടുന്നത്? ഈ മുളക് പൊടിയൊക്കെ ചൂടാക്കണ്ടേ? വേണ്ട, ഒന്നും വേണ്ട, അതൊക്കെ ചൂടായിക്കോളൂ. ഇപ്പൊ പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തിനാണ്? കറുകപ്പട്ട? ഇല്ല, പച്ച ഉലുവ. പച്ച ഉലുവ അന്ന് തൊട്ടാണ്. എനിക്ക് എന്റെ കൈ നമ്മള് സ്റ്റീല് മനുഷ്യനൊന്നും അല്ല. എന്തിനാ അവനെ പിടിച്ച് പൊരിക്കാനാ? ഇറങ്ങി ഓക്കെ ഉണ്ടാക്കാം, നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് ഉലുവ കേട്ടോ. ഒരു പിടി ഉലുവ, അരപ്പിടി, മുക്കാപ്പിടി. ഓക്കെ, ഉലുവ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്ക്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണല്ലേ ഉലുവ? കുറച്ച് ആ പച്ച മണം മാറി പഴുത്ത മണമായിട്ട് വരണം അല്ലേ? കണക്കുകൾ കൃത്യമാണെങ്കിൽ ആ രുചി വരത്തുള്ളൂ മീൻകറി. എന്നെ സൂചിപ്പിക്കട്ടെ. നേരം കൊണ്ട് വന്നു തള്ളു. അതിന് നാളെയും ഇങ്ങനെയുള്ള ആചാരങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനൊരു തുടക്കമാണത്. നമ്മൾ കൊറോണ പിടിച്ചിരുന്ന സമയത്ത് അച്ഛൻ ഒരു ചവരിവം അവിയലായിരുന്നു വെക്കുന്നത്. മൊത്തം കുത്തിയിരുന്ന് തിന്ന്. അതാണെങ്കിൽ മീൻകറിക്ക് ഇറച്ചിക്കറിയൊന്നും ഭയങ്കര എരിയ. നമുക്കാണെങ്കിൽ ടേസ്റ്റ് അറിയത്തില്ലല്ലോ. വണ്ട എരിയൊക്കെ വാരുന്നിട്ട് വയറെരിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ എരിയായിരുന്നു എന്ന്. രുചി അറിയത്തില്ല നമുക്ക്. ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഒരു വക ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം മൊത്തം ഉണ്ടാക്കുന്ന. പിന്നെ കൊറോണ പിടിച്ചിരിക്കും നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ജീരകം കേട്ടോ. കടു കേട്ടോ. ഈ കടു സത്യത്തിൽ ഏത് മരത്തിൽ നിന്നാണ് ഉണ്ടാവുന്ന? കടുമരത്തിൽ. കടു മരമല്ല, ചെടിയത്. ചെടിയാണോ? പിന്നെ കടുച്ചെടി ഇവിടെ കിളിക്കോ? നമുക്ക് കടു മേടിക്കണ്ടായിരുന്നല്ലേ? ഇച്ചിരി ഉള്ള പൊക്കള്. ഇത്രയും നാളായിട്ട് അതറിഞ്ഞൂടെ? സത്യത്തിൽ കടു എന്തിനായിരുന്നു? ഒരു കടുവിന്റെ ടേസ്റ്റ് എന്തോ അറിയൂടല്ലേ? ചെറിയ കയ്പും കിട്ടാ പോരെ? ഇല്ല, അതൊക്കെ ഓരോന്നിനും ഓരോ സാധനങ്ങൾ ഇട്ടല്ലേ പറ്റൂ. അതിന് കുറച്ച് കറിവേപ്പില കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മള് ഉലുവ ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടു പൊട്ടിച്ചു, കരിവേപ്പില ഇട്ടു. ഇനി മുളക് പൊടി ഇടാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇടും മുളക് പൊടി. ഇത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ചില്ലി പൗഡറാണ്. കാശ്മീരി പൗഡർ. ഇതെന്തിനാ? അതിന്റെ കൂടെ മല്ലിപ്പൊടി. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി അത്ര വേണോ? ശല്യം പോവും. അത് എന്നെ നോക്കിട്ട് കൃമി ശല്യം പോവും. നല്ലതാ, വയറിന് നല്ലതാണ്. പിന്നെ ഹൽദിക്ക് എടുക്കാം നമുക്ക് മഞ്ഞപ്പൊടി. ഇനി പറക്കി ഇടാൻ അങ്ങോട്ട്. എന്തിനാ അത്? നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഷെഫിന് ഇച്ചിരി മറവിയുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കണം. കൊച്ചുള്ളി, സവാള, പച്ചമുളകാണ് നമ്മളിപ്പോൾ ഇട്ടത്. അപ്പോൾ കറിയുടെ കളർ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. സത്യത്തിൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ മീൻകറിയുടെ. വെറൈറ്റി സാധനം കേട്ടോ. മസാല സൂപ്പറാന്ന് തോന്നുന്നു ഗൈസ്. ഉപ്പിടണം. പിന്നെ കുടംപുളി. ഇനി കുറച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന്. ലേശം കുരുമുളക് പൊടിയേ. കണ്ടിട്ട് കൊള്ളാം. ഇത്രയുള്ള അരപ്പ്. ഇനി ഇതൊന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്ക് മീനെടുത്ത് പറക്കിയിടുക. കഴിഞ്ഞ പരിപാടി. എന്നിട്ട് പിന്നെ ഇത് കുറച്ച് വെന്തതിന് ശേഷമാണ് തേങ്ങാപ്പാലിന്റെ മണ്ട ഒഴിക്കുന്നത്. അതായത് മീൻകറി എല്ലാം സെറ്റ് ആയിട്ട് തിളപ്പിക്കത്തില്ല. അതിന്റെ മണ്ടയിൽ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ലേശം വെളിച്ചെണ്ണ ഒഴിക്കും. ശർക്കര മണ്ടേ തൂക്കണം. ഇത് ഇന്ന് എവിടെ യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. അത് ഇത്ര അമ്മ ലൗലോലിക്ക് അച്ചാറിട്ടായിരുന്നു കേട്ടോ. ഇത്ര ദിവസം ഇട്ടിട്ട് തീർന്നല്ലമ്മ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല പിടിച്ചേട്ടാ. നല്ല പൊളിയുണ്ട്. അമ്മയാണോ?
എരി പിടിച്ചത് സൂപ്പറായിട്ട്. ശരി, കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ തക്കാളി ഇട്ടില്ലല്ലോ. തക്കാളി അടിച്ചിട്ട് അടിച്ചു വെച്ചിട്ട് തക്കാളി ഒഴിച്ചില്ല. ഒഴിച്ചില്ല. അയ്യോ, ആ അതല്ലേ എന്തൊരു എന്താണ് ഷെഫിന് മറവിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ക്ഷമിക്കണം, തക്കാളി ഒഴിച്ചില്ല ഷെഫ്. തക്കാളി നമ്മൾ അടിച്ചു വെച്ചിരുന്നു. ഒഴി. സത്യത്തിൽ ഇത് എപ്പോഴായിരുന്നു ഇടാവുള്ളത്? അല്ല, ഇതിന്റെ കൂടെ തന്നെ ആയിരുന്നു. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാല് അല്ല, അങ്ങനല്ല. ഇതിപ്പം ആഫ്രിക്ക അമേരിക്കൻ പോലെ ആയി. കുഴപ്പമില്ല, ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തിളച്ചാ പിന്നെ തിളച്ച കേട്ടോ. ഞാൻ മീൻ പറക്കിടാം. മണമുണ്ട് കേട്ടാ. മീൻ പറക്കിടാം. കറി കാണുമ്പോ തന്നെ നല്ല വെള്ളം വരുന്നുണ്ട്. കുറച്ച് വെള്ളം വേണോ? തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിക്കും അല്ലേ? ഇനിയും മൂടി വയ്ക്കണം. വീണ്ടും മൂടി. ഭയങ്കര തിളച്ച് കാണാം. ഓക്കെ, സെറ്റ്. വെന്തിട്ടുണ്ട് കേട്ടോ നല്ല കണക്ക്. നമ്മളൊരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റൊക്കെ മതി, പെട്ടെന്ന് വേവും മീൻ. തേങ്ങാപ്പാൽ ഒഴിക്കുക അല്ലേ? ഇത് 1-ാം പാലാ 2-ാം പാലാ? എല്ലാ പാലും ഒറ്റപ്പാല്. ഒറ്റപ്പാല്. സൂപ്പർ പാൽ. ഞാൻ കറക്കി അങ്ങോട്ട് ഒഴിക്കും. ഞാൻ ക്യാമറയും കൂടെ കറക്കുക. ഓക്കെ. അമ്മ 3 ഉള്ളി എടുക്കുന്നില്ലേ? അവിടെ പോയി 2 പച്ചവളവും പറിച്ചിട്ട് മീൻകറിയാക്കും. എന്ന് ടേസ്റ്റാ. അത് ടേസ്റ്റാന്നല്ലേ പറഞ്ഞ അമ്മ. എങ്ങനെ വെച്ചാലും സൂപ്പർ സാധനമാണ്. ഇനി നമുക്ക് തിളച്ചിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഒരു അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൂടെ. കടുക് പൊട്ടിക്കൂലേ? അപ്പൊ ആദ്യം പൊട്ടിച്ചല്ലോ. ഓക്കെ. അപ്പൊ ഇനി കടുക് പൊട്ടിക്കണ്ട. ഭാഗ്യം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ മതി കേട്ടോ. തുറക്കൂ. ഇത് 2-3 വട്ടം ഇപ്പൊ അൺബോക്സ് ചെയ്യുന്നത്. എന്റെ കയ്യിലൊഴി. അത് ചൂടില്ലേ? ടേസ്റ്റ് ചെയ്തോ കേട്ടോ. നല്ല എരി, പുളി, സൂപ്പർ കേട്ടോ. ഇതും ചോറ് മാത്രം മതി കഴിക്കാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അച്ഛ സലാഡ് കൂടെ ഉണ്ടാക്കി കേട്ടോ. കുക്കുംബറും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിക്കാം. നമുക്ക് ചട്ടിയോടെ എടുത്തോണ്ട് പോവാം. നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. എന്തൊരു വെയിലെന്ന് നോക്കിയേ. ഇതിന്റെ അച്ഛൻ എല്ലാം കൊണ്ട് ഇവിടെ ഇരിക്കുക. അച്ഛൻ ചോറും പാത്രവും ഒക്കെ ആയിട്ട് മുറ്റത്ത് പോയിരിക്കും കേട്ടോ. ഭയങ്കര വെയിൽ കേട്ടോ. ഞങ്ങൾ ഈ ഒരു മുളയുടെ കീഴിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഹാപ്പിക്ക് ഫുഡ് എടുക്കുന്നുണ്ട്. അവനെന്താ കൊടുക്കുന്ന? ചോറ് മാത്രമല്ല, മീൻ പുഴുങ്ങിയതുണ്ട്. മീൻ പുഴുങ്ങിയതും ചോറും. അടിപൊളി സെറ്റായിട്ടിരിക്കട്ടെ. കളർ നോക്കിയേ, ഭയങ്കര കളറുവാ. ഇത് മാത്രം മതിയായിരിക്കും ചോറുണ്ട്. വായിന്ന് ഇപ്പോഴേ വെള്ളം വരുന്നു കേട്ടോ. അച്ഛ കുറച്ച് സെന്ററിലോട്ട് വെച്ച വാലറ്റ് കേട്ടോ. 2 മീൻ. അപ്പം അച്ഛൻ്റെ സ്പെഷ്യൽ മീൻകറി ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ. ചോറും മീൻകറി മാത്രം കഴിച്ചു നോക്കാം ആദ്യം. ഒരു അയിലയുടെ പീസ് അങ്ങോട്ട് കീറി അതിലോട്ട് വെച്ച് ഇളക്കി നല്ല ചൂടാട്ടോ. കുറച്ച് എരി, പുളി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. നല്ല ഫ്രഷ് മീനാട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം. സെറ്റ്. നാളെ വെക്കണ. ഞാൻ കഴിച്ചു പോകാം. സൂപ്പറാ, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ആ പാ തന്നെ നമ്മള് തിരിച്ചിട്ടിട്ട് അമ്മ പോയി തലങ്ങണയൊക്കെ എടുത്തിട്ട് വന്ന് അച്ഛൻ്റെ അവിടെ കിടക്കുന്നു. ഹാപ്പി വേണ്ട അവിടെ കിടപ്പുണ്ട്. നല്ല കാറ്റ്. ഇവിടെ നല്ല കാറ്റാട്ടോ. അവിടെ അങ്ങോട്ടൊക്കെ ഭയങ്കര വെയിലാണ്. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ച് തണലുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിന്റെ വണ്ടിയിലോട്ട് വെക്ക്. ആകാശം നോക്കി. അതുവഴി ഇപ്പൊ ഒരു പ്ലെയിൻ പോയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല ചാ. ക്ലിയർ സ്കൈ ഗൈസ്. സത്യം പറഞ്ഞ ഈ മുള ഇല്ലായിരുന്നു നമ്മളിവിടെ കിടക്കൂ. ശരിയാ. നമുക്ക് ഈ മുള വെട്ടി ബിരിയാണി ഉണ്ടാക്കിയല്ല, മുള ബിരിയാണി. ഇത് പറ്റത്തില്ല. എന്താ പറയുന്ന വെച്ചാ? ഈ മുളയല്ല, ഈ മുള അരി എങ്ങനെയാ വെച്ചാ ഉണ്ടാക്കുന്നത്? മുള അരിയെ. ആ മുളയുടെ അരി അത് പിടിക്കണം. മുളയരി അച്ഛൻ ഇതൊന്നും അറിയത്തില്ലേ? മുളയിൽ അരിയുണ്ട്. മുളയരി വെച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റും. അത് ചെവിട്ടില്ല. മുളയരി കണ്ടിട്ടില്ലേ അമ്മ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കിഴങ്ങായിരിക്കും ഉദ്ദേശിക്കുന്നത്. കിഴങ്ങല്ല അരി. മുളയ്ക്ക് അരി മുളയരി. ഉണ്ടാവും. ആ മുളയ്ക്ക് അരി ഉണ്ടാവും. ഞാൻ ചുമ്മാ ഓരോ പൊട്ടത്തരം പറയട്ടോ. ദൂ കിടക്കുന്നുണ്ടോ കാറിന്റെ കീഴില്? കിടക്കുന്നു. ഓ കിടക്കുന്നു.
മാങ്ങ ഉണ്ടോ അമ്മ മാവില്? ഒരു മാങ്ങ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കന്നി മാങ്ങ കേട്ടോ. അത് ഞാൻ തിന്നു ഉപ്പും കൂട്ടി. പഴുപ്പിക്കാം. ഓ എല്ലായി. കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഇവിടെ വെക്കാം. ആകെ ഒരു മാങ്ങ പിടിച്ചുള്ളൂ. പക്ഷെ നമ്മളെ റംബൂട്ടാൻ മാത്രമേ. പക്ഷെ ഇതിനകത്ത് പിടിച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് പിടിച്ചില്ല. ഇത് റംബൂട്ടാനെന്ന് എഴുതി കാണിക്കണം. എന്റെ പൊന്നെ, ഇത് പ്ലാവല, റംബുട്ടാനല്ല. കഴിഞ്ഞ 5 കാ പിടിച്ചതാ. ആ തെങ്ങിന്റെ ചുവട്ടിലോട്ട് പോയിട്ട് അവിടെ കിടച്ച തേങ്ങ വീഴും, സമാധിയാവും. ഇത് ഭയങ്കര ഉയരം കൂടിയ തെങ്ങാട്ടോ. ഈ തെങ്ങ് നമ്മൾ നട്ടതാണാച്ചാ? ഇല്ല, ഞങ്ങൾ വസ്തു മേടിച്ചപ്പോഴേ ഉണ്ടായിരുന്നല്ലേ? വീട് വയ്ക്കാൻ സമയപ്പം ഈ ഇന്തോനേഷ്യയിലൊക്കെ ഇരുതല തെങ്ങുണ്ട്. ഇരുതല, അതായത് ഒറ്റ കമ്പായിട്ട് ഇങ്ങനെ പോയിട്ട് ടോപ്പിൽ വന്നിട്ട് 2 ഇരുതല തെങ്ങ്. ആ ഇനത്തിൽ ഓരോന്ന് മേടിച്ചു വെച്ചാലോ, അതാകുമ്പോ സ്ഥലവും കുറച്ചത് തേങ്ങാക്കൊലയും തോനെയും കിട്ടും. അതിന്റെ മണ്ട എങ്ങോട്ടല്ലേ ചുള്ളിക്കാറ്റ് വന്ന് വീണ് ആരെ മണ്ടയ്ക്ക് വീണെന്നൊക്കെ ആ കഥ എനിക്കറിയത്തില്ല. ഞാനും തള്ളി നോക്കിയത്. ഒരുപാട് കൊല കിട്ടും നമുക്ക്. ഇളംകാറ്റിൽ വലിയൊരു ആട്ടം ആടും. ഇളംകാറ്റിൽ തേങ്ങാക്കുലകളാടുന്നു. കൊച്ചുന് പേടിയാ. അച്ഛാ പിടിയാച്ചാ. എനിക്ക് അമ്മ ഈ സ്കൂട്ടി ഓടിക്കുന്ന ബൈക്ക് ഓടിക്കുന്ന എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ എവിടെയും പോകുമ്പോ കൊച്ചു പറയാ, അമ്മ പെയ്യെ പോണേ, സൂക്ഷിച്ച് നോക്കി പോണേ. ഒരു അമ്മ പോന്ന കാണുമ്പോഴേ എനിക്ക് വീഴാൻ പോണ പോലെ ചിലപ്പോ കയ്യാന്ന് ഓടിയൊന്നേ ഉള്ളൂ. എടാ മഹാഭാവി പറയാൻ നോക്കിയേ, കാലാ കയ്യ ഓടിയത്തേ. സ്കൂട്ടി പോയാലും കാറിൽ പോയാലും ഒക്കെ കണക്കല്ലേ. കാലങ്ങനെ തറയെ കുത്തൊന്നും എത്തണ്ടേ? സിനിമ പറയണെങ്കിൽ ആൾക്കാര് ജിമ്മിൽ പോയോണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എഴുതിക്കാൻ പറ്റില്ല. 2 ട്യൂബ് മൂവ് തീർന്ന്, ഒരു സെറ്റ് മുട്ട തീർന്ന്, അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. തടവി അമ്മയുടെ കയ്യിൽ പയ്യ. നല്ല വേദനയുണ്ട് കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഈ ഒരു വേദന കാണും. അച്ഛൻ പോയി തണ്ണിമത്തനൊക്കെ എടുത്തോണ്ട് വന്ന് കേട്ടോ. സൂപ്പർ സൂപ്പർ. ഫുള്ള് ജോലി ചെയ്യണ്ട. മീൻകറി ഇട്ട് നല്ല തണുത്ത തണ്ണിമത്തൻ കേട്ടോ. ഇത് പാണ്ടിയാണ് അണ്ണാച്ച് തണ്ണിമത്തൻ. അതെ, ഇത് വെട്ടുമ്പോഴേ ഇത് ചെറുതാക്കണം കേട്ടോ. ആട്ടോ, ഇത് ഞാൻ കടിക്കുമ്പോ കണ്ട. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ സിനിമ കാണാൻ വേണ്ടിട്ട് സിനിമ കോട്ടയിലെത്തി. ആ വാക്കാക്കരോട്ടെ, സിനിമ കോട്ട. അത് ഒരുപാട് നാളായില്ലേ അങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു പറയുന്നത്, സിനിമ കോട്ട. അങ്ങനെയൊന്നും ആരും പറയത്തില്ല. തിയേറ്റർ. നമ്മൾ കാണുന്ന സിനിമ ഇതാട്ടോ, മറ്റേ പൈങ്കിളി. പൊന്മാനില്ല, ഇവിടുന്ന് മാറി പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് മാറിയ പോലെ തോന്നി. പൊന്മാൻ ഓടിച്ചു, പടം തുടങ്ങി. കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം സുഹൃത്തുക്കളെ. അച്ഛൻ പോപ്കോൺ ഒക്കെ മേടിച്ചിട്ടുണ്ടോ കേട്ടോ? എനിക്ക് ചീസ് ഉള്ളത് മതി. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? അടിപൊളി പടം. നല്ല പടമല്ലേ? കോമഡി മൂവി നല്ല എന്റർടൈനിങ് ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുള്ള സംഭവമുണ്ട്. ക്ലൈമാക്സിൽ അത് കൊള്ളായിരുന്നല്ലേ. പുള്ളിയുടെ അഭിനയം പൊളിയായിരുന്നു കേട്ടോ. സജിൻ ഗോപു, നമ്മുടെ ആവേശത്തിൽ അമ്പാൻ. ആവേശത്തിൽ നല്ല സൈസ് ഉണ്ടായിരുന്നു, ഇതിൽ വന്നിട്ട് നല്ല സ്ലിമ്മായി. പെർഫോമൻസ് ഒന്നും പറയല്ല കേട്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ആ പാട്ട് സീൻ ചെയ്തതും അടിപൊളിയല്ലായിരുന്നു. അത് തിയേറ്ററിൽ കണ്ടപ്പോ വേറൊരു ഫീൽ ഉണ്ടായിരുന്നു. ആ മറ്റേ ബബിളൊക്കെ വന്നിട്ടുള്ളത്. അടുത്ത സമയത്തൊന്നും ഇത്രയും ചിരിച്ചില്ലല്ലേ? സിനിമ കണ്ട് അടിപൊളി സിനിമയായിരുന്നു. അച്ഛൻ ഭയങ്കര ചിരിയായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയായിരുന്നു അച്ഛൻ. ഫാമിലി ഫുള്ളായിട്ട് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി തന്നെയാണ് ഗൈസ് പൈങ്കിളി. അപ്പം എല്ലാവരും പോയി കാണും സുഹൃത്തുക്കളെ. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, എനിക്ക് ഞാൻ എല്ലാ സിനിമ എനിക്ക് കാണുന്ന പടം എനിക്ക് നല്ല ഇടം ഞാൻ പറയാറുണ്ട്. സോയാ, ഇനി അങ്ങോട്ടാ, ഇനി തട്ടുകട. നമ്മൾ തട്ടുകട വന്നു കേട്ടോ. നമ്മളൊരു ബീഫ് ഫ്രൈയും പൊറോട്ടയും പറഞ്ഞു. പൊറോട്ട കഴിച്ചിട്ട് കുറെ ദിവസമായി, ഒന്ന് കഴിക്കുക ഒരു നോക്കാം. കഴിച്ചു ഊക്കിയിട്ട് പറ, എടുത്ത് പിച്ച് വായി വയ്ക്കുമ്പോഴേ സൂപ്പർ. അച്ഛൻ വണ്ടി കിടന്ന് ഉറങ്ങിയാട്ടോ. അതിന് ലോങ് ഒന്നും പോയില്ലല്ലോ ഉറങ്ങാനായിട്ട്. നമ്മള് വന്നതിന്റെ സ്നേഹം കേട്ടതേ ചാടുന്നു. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഈ ഒരു വീഡിയോ. വേറെ പറയാനുണ്ടോ എന്തെങ്കിലും? ആ മീൻകറി തീർന്നാ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.